സർ, നമ്മുടെ കേരള സർവകലാശാല ഒരു സർവകലാപശാലയായി മാറ്റിയിരിക്കുകയാണ് ഈ ഇടതു ഭരണവും അവിടുത്തെ സിൻഡിക്കേറ്റും ഒക്കെ ചേർന്ന്. ഇപ്പോൾ വി സിയും സിൻഡിക്കേറ്റും തമ്മിലുള്ള പോര് തെരുവിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങളനുസരിച്ച് വി സി സിൻഡിക്കേറ്റിനെതിരായി റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്, രജിസ്ട്രാർക്കെതിരായിട്ട് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് ഗവർണർക്ക്. ഈ ഗവർണർ സിൻഡിക്കേറ്റ് പിരിച്ചുവിടാൻ സാധ്യതയുണ്ട് എന്ന് നിയമവിദഗ്ധർ പറയുന്നു. എന്താണ് സാർ, അങ്ങനെ വല്ലതും സംഭവിക്കുന്നു? ഇപ്പോൾ ശരിക്കും കേരള സർവകലാശാല ഒരു വിചിത്ര സർവകലാശാലയായിട്ട് മാറിയിരിക്കുകയാണ്. രണ്ട് തലയുള്ള വ്യക്തി എന്ന് പറയുന്നത് നമുക്കൊരു അത്ഭുതമായിരിക്കില്ലേ? അതെ, രാവണന് 10 തലയുണ്ടെന്നൊക്കെ പറയുന്നത് പുരാണത്തിൽ കേട്ടിട്ടുള്ളതല്ല, നമ്മൾ കണ്ടിട്ടില്ല. ചിലപ്പോൾ നാടകങ്ങളിലും പ്രഹസനങ്ങളിലും ഒക്കെ കാണുമായിരിക്കും. എന്ന് പറയുന്നതിൽ 2 തലയുള്ളൊരു സിൻഡിക്കേറ്റുമായിട്ട്, അല്ലെങ്കിൽ 2 കൈയുള്ള 2 കാലുള്ള എന്നൊക്കെ പറയുന്ന പോലെ ഒരു വൈചിത്ര്യമാണ് ഇപ്പോൾ കേരളത്തിൽ. ഇപ്പോൾ കേരളത്തിലെ സർവകലാശാല ഏറ്റവും പ്രമുഖമായിട്ടുള്ള മികവിൻ്റെ കേന്ദ്രം എന്ന് അവകാശപ്പെടുന്ന, ഇന്ത്യയിൽ തന്നെ 11ാം റാങ്ക് ഉണ്ടെന്ന് അവകാശപ്പെടുന്ന സർവകലാശാലയ്ക്ക് അത് ഒരു മികച്ച സർവകലാശാലയാണ് ഇങ്ങനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഗുണ്ടകളെയും CIT തൊഴിലാളികളെയും സംസ്കാരമില്ലാത്തവരെയും മാനേഴ്സ് ഇല്ലാത്തവരെയും സ്ത്രീകളോട് പെരുമാററിയാത്തവരെയും ഒക്കെയാണ് സിൻഡിക്കേറ്റ് എന്ന് വെളിപ്പെട്ടില്ലേ? നമ്മുടെ MLA എങ്ങനെയാണെന്ന് ഇപ്പോഴത്തെ മന്ത്രി ശിവൻകുട്ടി അന്ന് തെളിയിച്ചില്ലേ? അവരുടെ നിലവാരം എത്രമാത്രമാണെന്ന്. ഇവർ അന്താരാഷ്ട്ര പ്രത്യയശാസ്ത്രങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കും, പാലസ്തീനിനെക്കുറിച്ചും ഗസയെക്കുറിച്ചും മനുഷ്യത്വത്തെക്കുറിച്ചും വാചാലമായ MABയുടെ വാചാലത കേട്ട് കഴിഞ്ഞാൽ എന്താ പോളിറ്റ് ബ്യൂറോ എന്നുള്ളതിൽ മുൻകാല പ്രാബല്യത്തോടെ ശിവൻകുട്ടിയെ പിരിച്ചുവിടണ്ടേ? വർത്തമാനം പറഞ്ഞാൽ മതിയോ? അദ്ദേഹത്തെ പകരം പ്രൊമോഷൻ കൊടുത്തൊരു വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് വെച്ചിരിക്കുകയല്ലേ? അല്ല, പ്രസംഗിക്കുമ്പോൾ സ്വാതന്ത്ര്യം, സമത്വം, സോഷ്യലിസം എന്നൊക്കെ പറയും. പ്രവൃത്തിയിൽ അങ്ങേയറ്റത്തെ സാറിപ്പോൾ പറഞ്ഞതുപോലെ ഗുണ്ടാരാജാണ്. അല്ല, ഒട്ടും മോശമല്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മര്യാദയ്ക്ക് ഒരു ഇംഗ്ലീഷിലൊരു കത്ത് ചാൻസലർക്ക് ഗവർണർക്ക് അയച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത അവരുടെ ഇംഗ്ലീഷ് കണ്ട് ഞെട്ടിപ്പോയി. പഴയ ഗവർണർ, അദ്ദേഹം വലിയ ഇംഗ്ലീഷ് അറിയാവുന്ന ആളല്ല. അതെ, വീട് തലയിൽ ചുമക്കുന്ന മന്ത്രിയാണ്. സബ്ജക്റ്റ് അതെ, വീട് തലയിൽ ചുമക്കുന്ന സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഞാനത് പറഞ്ഞ് വെറുതെ വേണ്ട. അങ്ങനെയുള്ള സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഇല്ലാത്ത ഇംഗ്ലീഷും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇവരൊക്കെ എങ്ങനെ ക്യാരി മൈ ഹൗസ് ഇൻ മൈ ഹെഡ് എന്നൊക്കെ പറഞ്ഞ ഇംഗ്ലീഷ് ഒന്നും പഠിക്കും. എന്റെ ദൈവമേ, കൂടുതൽ ഇംഗ്ലീഷ് കഴിഞ്ഞ് നീ വേറെ വല്ല അശ്ലീലമായി പോയാൽ നീ അതുപോലത്തെ ഒരു വിദ്യാഭ്യാസ മന്ത്രി അവരിങ്ങനെ പറയുവാണ്, ഗവർണർക്ക് അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവരാര്? ഗവർണറുടെ കീഴിലുള്ള ഒരു ജീവനക്കാരി, അവരച്ചടക്കലങ്ങളല്ലേ? തൊട്ട് തെറിച്ചിട്ടില്ല വിവരമെന്ന് പറയുന്ന ഒരൊറ്റ വിവരവുമില്ല സർ, വിവേകവുമില്ല. അവർ ലെക്ചറാണെന്നാണ് പറയുന്നത്. എങ്കിൽ ഇവരെ പിടിച്ച ഇവർ പഠിപ്പിച്ച പിള്ളേരുടെ ഗതി എന്തായിരിക്കും പ്രശാന്ത്? ഇംഗ്ലീഷ് കുറ്റമാണോ കേരളത്തിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് അറിയാൻ മേലെ വരുന്നത്? കുറ്റമാണോ ചങ്ങമ്പുഴ അല്ല എഴുതിയത് വൈലോപ്പള്ളിയാണ് വാഴക്കുല എന്ന് പിള്ളേർ പഠിപ്പിക്കുന്നത്? ഇതാണ് വിദ്യാഭ്യാസം. എന്നിട്ട് പറയുക ഇന്ത്യയിലെ അതിന് PhD കൊടുക്കും സർ. PhD കൊടുക്കും. വാഴക്കുല വൈലോപ്പള്ളിയുടേതാണെന്ന് എഴുതി PhD അത് പറഞ്ഞാൽ ഒരുപാട്. വൈലോപ്പള്ളി ജീവിച്ചിരുന്നെങ്കിൽ വൈലോപ്പള്ളിയും ചങ്ങമ്പുഴയും ഒരുമിച്ച് വലിയ കടൽപ്പാലത്തിൽ നിന്ന് കടലിലോട്ട് ചാടി ആത്മഹത്യ ചെയ്തു. അത് കൂടുതലൊന്നും പറയണ്ട. PSCയും ഇതും കൂടെ പാർട്ടിയും കൂടെ ഒത്തുചേർന്നുള്ള കളികളില്ലേ? അതെ, ടെസ്റ്റ് എഴുതാത്തവന് PSCയിൽ SI ആയിട്ട് സെലക്ഷൻ കിട്ടില്ലേ? 1ാം റാങ്ക് കിട്ടില്ലേ? BCom പഠിക്കാത്തവന് MCom അഡ്മിഷൻ കിട്ടും. അതിന് പറ്റിയ ആൾക്കാരെയാണല്ലോ PSCയിൽ ജില്ലാ ജഡ്ജിയുടെ ശമ്പളവും കൊടുത്ത് വെച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണല്ലോ സൂചിപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അത് കൂടുതൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോവും. തീർച്ചയായിട്ടും പ്രശാന്ത് ചോദിച്ചതിന് ഉത്തരം, സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടണം. യോഗ്യതയില്ലാത്ത ഒരു സിൻഡിക്കേറ്റാണിത്. വിദ്യാർത്ഥികളുടെ ഭാവിയല്ല അവർക്ക് പ്രധാനം. അവർക്ക് പ്രധാനം അവരുടെ രാഷ്ട്രീയമാണ്. അതല്ല ഞാൻ പറയുന്നത്. അതല്ല, ഒരു സ്ത്രീയോട് വൈസ് ചാൻസലർ അവർ PRO ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയതാണ്. അതായത് യൂണിവേഴ്സിറ്റിയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസറുടെ അടുത്തേക്ക് പോയപ്പോൾ ചുറ്റും നിന്ന് അങ്ങ് വളയുവാണ്. അവിടുത്തെ SFI പിള്ളേരെ പോലെ. SFI പിള്ളേർ വളരെ ചെറുപ്പത്തിൻ്റെ തിളപ്പ എന്നാണ് പറയുന്നത്. അവരങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ അഹങ്കാരികളാണ്. അവരുടെ കയ്യിലാണ് ഈ കേരളം മുഴുവൻ. അവരുടെ തലയിൽ കൂടാണ് ഈ ഭൂഗോളം ഉരുളുന്നതെന്ന് വിചാരിച്ച് നടക്കുന്നവരാണ്. അത് SFI എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയാണെന്നോ ഒക്കെ വിചാരിച്ചുകൊണ്ടാണ് ഇവർ നടക്കുന്നത്. 2 ദിവസം കഴിയുമ്പോൾ പറയും ഇതുപോലെ നടന്ന ആളാണ് സിന്ധു ജോയി. ഇന്ന് എവിടെ സിന്ധു ജോയി എവിടെ? നിങ്ങളുടെ വിഗ്രഹമായിരുന്നല്ലോ, വലിയ ഐക്കോണായിരുന്നല്ലോ. അതുകൊണ്ട് ഞാനും ഇതിൽ കൂടെ ഒക്കെ വന്നതാണ് ശ്രീജിത്തെ. അതുകൊണ്ട് ആ അഹങ്കാരമൊക്കെ വെറുതെയാണ്. തൊഴിൽ കിട്ടാതെ കിടന്ന് അലയുമ്പോൾ പാർട്ടി ഉണ്ടെങ്കിലേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റും. പാർട്ടി ഇല്ലാത്ത ഗവൺമെൻറ് ഇനി അടുത്ത പ്രാവശ്യം വരും. നേരെ SI റാങ്കിൽ LSI റാങ്കിൽ
നിങ്ങൾ ഉൾപ്പെടുകയില്ല, ജോലി കിട്ടുകയില്ല, ഒരു പ്യൂണിന്റെ പണി പോലും കിട്ടില്ല. പേഴ്സണൽ സ്റ്റാഫായിട്ടും കിട്ടില്ല, PSCയിലും കിട്ടില്ല കേട്ടോ. ഗവൺമെൻറ്റുകൾ മാറി മാറി വരും. നിങ്ങളിപ്പോൾ അക്രമാസക്തമായിട്ട് ഗവർണർക്കെതിരെ സമരം നടത്താൻ പോവാണ് രാജ്ഭവനിലേക്ക്. ഗവർണർക്കെതിരെ സമരം അതോടുകൂടി നിങ്ങളുടെ ബലൂണിൽ എന്ന പോലെ നിങ്ങളുടെ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാവും. ഇത്രയധികം അഹങ്കാരം പാടുണ്ടോ പാർട്ടി? എന്തൊരു അഹങ്കാരം ആ പാർട്ടി ഭരിക്കുന്നു എന്ന് പറഞ്ഞ് കാണിക്കുന്നത്? സാധാരണ ജനങ്ങൾക്ക് സഹിക്കുമോ ഇത്? തെറ്റ് കാണിച്ചിട്ട് പിന്നെ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന്. സാർ, അത് മാത്രമല്ല, ഇപ്പോൾ കോടതി സിംഗിൾ ബെഞ്ചാണോ ഡിവിഷൻ ബെഞ്ചാണോ എന്ന് എനിക്ക് അറിയില്ല, ഇപ്പോൾ വിധി വന്നിട്ടുണ്ട്. അതായത് ഈ സിൻഡിക്കേറ്റിന്റെ അധികാരത്തെക്കുറിച്ച് കോടതി ഇപ്പോൾ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഹർജിക്കാരൻ ഹർജി പിൻവലിക്കാൻ തീരുമാനിച്ചതുകൊണ്ട്, അതിനപേക്ഷിച്ചതുകൊണ്ട് അത് അനുവദിക്കുന്നു. ഇത്രയേ കോടതി പറഞ്ഞിട്ടുള്ളൂ. എന്തൊരു വ്യാജ പ്രചാരണമാണ് നടക്കുന്നത്. കോടതിയിൽ നിന്ന് ഗവർണറുടെ മുഖമടച്ച് തിരിച്ചടി കിട്ടി, പിന്നെ എന്താ പറയുക, ഹിന്ദുത്വ അജണ്ട പൊളിഞ്ഞു. ഇതിനകത്ത് എന്താണ് നിയമപരമല്ലാത്തൊരു കാര്യം ചെയ്തിട്ട് അതിന് നിയമസാധുത തേടുക, എന്നിട്ട് കോടതി പോവുക, വളഞ്ഞ വഴിയിൽ കൂടെ അത് പിന്നെ കോടതിയിൽ നിന്ന് ഹർജി പിൻവലിക്കുക, എന്നിട്ട് പ്രചാരണം നടത്തുക, ഇത് ഞങ്ങൾ ജയിച്ചേ ഗവർണർ തോറ്റേ എന്ന് പറഞ്ഞിട്ട്. ഇത് നാട്ടുകാർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ? ജനങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയ്ക്ക് ഇത്രയും ശക്തമല്ലേ? അവിടെയാണ് ഈ എന്താ പറയണ്ടേ, ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മകൾ ഇങ്ങനെ നടത്തുന്നത്. അതിന് ഓശാന പാടാൻ കുറേ സിൻഡിക്കേറ്റ് അംഗങ്ങളും പിന്നെ കുറേ പാർട്ടിക്കാരും ഗവൺമെൻറ്. ഇവിടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്: സിൻഡിക്കേറ്റ് പിരിച്ചുവിടണം. അയോഗ്യമായിട്ടുള്ളൊരു സിൻഡിക്കേറ്റാണ്. ഈ രജിസ്ട്രാറെ മസ്റ്റായിട്ട് പിരിച്ചുവിടണം. ഈ കാരണം കൊണ്ട് തന്നെയല്ല, അയാൾ ഏതോ ഒരു എയ്ഡഡ് കോളേജിൽ പഠിച്ച ഒരാളാണ് രജിസ്ട്രാറായിട്ട് വെച്ചിരിക്കുന്ന ആളാണ്. എയ്ഡഡ് കോളേജിൻ്റെ എന്ത് കുന്തമായാലും പൈസ കൊടുത്ത് കയറിയ കോളേജ്. ഇയാളിപ്പം മെറിറ്റ് ഇല്ലാത്തതുകൊണ്ടല്ലേ പൈസ കൊടുത്ത് കയറിയത്? ആ ഒരാളിനെ പിടിച്ച വേറെ ആരും ഇല്ലേ കേരളത്തിലെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ? പാർട്ടിയെ സൂചിപ്പിക്കാൻ വേണ്ടി പാർട്ടിയുടെ ഒരു റബ്ബർ മുദ്രയായിട്ട് അയാളെ ഉപയോഗിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളവരാണോ ഇവിടെ രജിസ്ട്രാറായിട്ട് വരേണ്ടത്? ആൽബർട്ട് ഐൻസ്റ്റീനെയാണ് സാർ CP വിളിച്ചത് വൈസ് ചാൻസലർ റബ്ബർ സ്റ്റാമ്പായിട്ട് ഇരിക്കാൻ വേണ്ടിയാ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാർട്ടിക്കാരെ വെക്കാൻ നിങ്ങൾ PSC വെച്ചു, നിങ്ങളുടെ പേഴ്സണൽ സ്റ്റാഫിൽ വെച്ചു, അങ്ങനെ വെക്കുന്നുണ്ടല്ലോ. അതിനുള്ള സ്ഥലമല്ല കേരള സർവകലാശാല. നിങ്ങൾ ഉണ്ടാക്കിയതല്ല, നിങ്ങളുടെ കുടുംബ സ്വത്തല്ലിത്. രാജഭരണകാലത്ത് തന്നെ ഉണ്ടായിരുന്ന രാജകീയ കലാലയമാണ്. കുട്ടിച്ചോറാക്കരുത് നിങ്ങളത്. സഹിക്കില്ല കേരളത്തിലെ ജനങ്ങൾ. ശതാബ്ദിയിലേക്ക് പോകുന്ന ഒരു സ്ഥാപനത്തെ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ പാർട്ടി സ്വത്താണോ അത്? ചാൻസലറുടെ മുകളിലാണ് പ്രോസ് ചാൻസലർ എന്ന്. എന്തൊരു അരാജകത്വമായത്! അച്ചടക്കമില്ലായ്മയാണിത്. അച്ചടക്കവും അതുപോലെ തന്നെ വിവരവും ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള വിവരമില്ലാത്ത ആൾക്കാർ അതിനെപ്പറ്റി സംസാരിക്കരുത്. പോട്ടെ, രാജൻ ഗുരുക്കൾ സംസാരിക്കട്ടെ, നമുക്ക് സമ്മതിക്കാം. അങ്ങനെ എത്രയോ പേരുണ്ട്. നിങ്ങളുടെ പാർട്ടിക്കാരൻ തന്നെയാണ് ഡോക്ടർ ബി ഇക്ബാൽ. അദ്ദേഹം സംസാരിക്കട്ടെ, നമുക്ക് സമ്മതിക്കാം. നിങ്ങൾ ചുമ്മാ യാതൊരു ഇംഗ്ലീഷ് എഴുതാൻ അറിയാൻ മേത്തവർ, ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാകാത്തവർ, ഇംഗ്ലീഷാണ് നമ്മുടെ ഭാഷ, മലയാളം ചൊവ്വേ പറയാൻ അറിയാത്തവർ, ഈ വിദ്യാഭ്യാസത്തിന്റെ യാതൊരു വിവരവും ഇല്ലാത്ത, അതിൻ്റെതായിട്ടൊരു സൊഫിസ്റ്റിക്കേഷൻ ഇല്ലാത്ത, എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർ, വിദ്യാഭ്യാസത്തിൻ്റെതായിട്ടൊരു സൊഫിസ്റ്റിക്കേഷൻ ഇല്ലാത്ത ആൾക്കാർക്ക് വായി തോന്നുന്നത് വിളിച്ചു പറയാനുള്ള ഒരു വിദ്യാപീഠമല്ല ഇതെന്നുള്ള അറിവ് പരമപ്രധാനമായിട്ട് വേണം. നിയമസഭയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളല്ല ഒരു സർവകലാശാലയെ നിയന്ത്രിക്കേണ്ടത്. അത് അറിവിൻ്റെ സരസ്വതി ക്ഷേത്രമാണ്. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അറിവിൻ്റെ തിരുനടയാണ്. ഭാവി തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരു മൂശയാണ് ഇതൊക്കെ. അതിനെയാണ് ഈ തരത്തിൽ എന്താ പറയുക നശിപ്പിക്കുന്നത്. വളരെ പരിതാപകരമാണ് സ്ഥിതി. അതിൻ്റെ അർത്ഥം അവർ തലമുറകളെ കൂടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. തലമുറകളെ കൂടി. അപ്പോൾ വിദ്യാർത്ഥികൾ എന്താ കാണും? വിദ്യാർത്ഥികൾ ഇന്നിപ്പോൾ ഓരോ തലമുറയും ഓരോ അക്കാഡമിക് ഇയർ വരുമ്പോഴും ഇവിടെ എത്ര വിദ്യാർത്ഥികൾ പുതുതായിട്ട് പ്രവേശനം നേടി വരുന്നു. അത് പഠിച്ചു വളർന്നു വന്ന് 10ാം ക്ലാസ്സും +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി എത്തുമ്പോൾ അതിൽ പകുതിയിലധികം പേർ കേരളം വിട്ടുപോവുകയാണ് വിവിധ സംസ്ഥാനങ്ങളിലേക്കും വിദേശങ്ങളിലേക്കും പഠിക്കാനായിട്ട്. കേരളത്തിൽ ആർക്കും പഠിക്കാൻ താല്പര്യമില്ല. ഇവിടെ കുറേ പാവപ്പെട്ട ആൾക്കാർ, ഈ പുറത്തു പോയി വിദ്യാഭ്യാസം ചെയ്യാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത കുറേ പാവങ്ങളാണ് ഇവിടുത്തെ കോളേജുകളിൽ പഠിക്കാൻ വരുന്നത്. അതാണ് ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ടാണ് അവർക്ക് ജോലി ക്വാളിഫിക്കേഷൻ കിട്ടാത്തത്, പഠിക്കാൻ പറ്റാത്തത്. പരീക്ഷകളിലെല്ലാം അവർ പുറകിലായി പോകും. 11ാം റാങ്ക് കിട്ടിയെന്നും പറഞ്ഞ് വലിയ അവകാശവാദം ഉന്നയിക്കുക. എന്താണ്? നിങ്ങൾക്കൊരു ലൈബ്രറി ഉണ്ട്, ശരിയാണ്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ലപോലെ. ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കിയിട്ടാണ് അവർ, അല്ലാതെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നോക്കിയിട്ടാണ്. അതുകൊണ്ട് മാത്രമാണ് ഇത് അംഗീകാരം കിട്ടിയത്. അതുകൊണ്ടായില്ല. പെരുമാറാൻ പഠിക്കണം, മന്ത്രിമാർ പഠിക്കണം,
സർവകലാശാലയുമായി ബന്ധപ്പെട്ട പ്രോസ് ചാൻസലർക്ക് വിവരം ഉണ്ടായിരിക്കണം ഒന്നാമത്തെ കാര്യം. സാർ, അപ്പോൾ ഈ ഗവർണർക്ക് കിട്ടിയിരിക്കുന്ന നിയമോപദേശം ശരിയാണ്. സിൻഡിക്കേറ്റിനെ ഒരു പിരിച്ചുവിടണം. നിമിഷം പോലും വൈകാതെ സിൻഡിക്കേറ്റിനെയും അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ആ രജിസ്ട്രാർ എന്നറിയാം. ഇപ്പൊ രജിസ്ട്രാർ അല്ല ഉണ്ട്, സ്വയം അദ്ദേഹം രജിസ്ട്രാർ ആണെന്ന് പറഞ്ഞ് കസേര കയറിയിരിക്കുക. അതിനുവേണ്ടി മാത്രം ഇരിക്കുന്ന ഒരാളാണ്. പാർട്ടി പറയുന്നത് നടപ്പാക്കാൻ വേണ്ടി ഇരിക്കുന്ന പാർട്ടിയുടെ ഒരു നമ്മുടെ പി ശശി ഇരിക്കുന്നുണ്ടല്ലോ, അതുപോലൊരു സ്ഥാനത്താണ് ഇരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ആഗ്രഹം നടപ്പാക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയുടെ കടന്നുകയറ്റമാണിത്. സൽഭരണം, അതെ, സൽഭരണമല്ല സൽഭരണത്തിൻ്റെ ഒരു ഇരയാണ് അദ്ദേഹം. അദ്ദേഹം എത്ര കുട്ടികളെയാണ് നശിപ്പിക്കുന്ന ആ സ്ഥാനത്തിരുന്നുകൊണ്ട്, തെറ്റായ കീഴ്വഴക്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്. അതുകൊണ്ട് ഇതിവിടെ അവസാനിപ്പിക്കണം. സർവകലാശാല നന്നാവണം, സർവകലാശാല നന്നാവണം. അതാണ് വേണ്ടത്. CPM നന്നാവാനുള്ള ഒരു കരുവല്ല സർവകലാശാല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.